പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ആ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല. വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു. വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാല് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ളാം, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കിൽ എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്. പക്ഷെ വിശന്നിട്ട് വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് എന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ? ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം. നീ വാ പെണ്ണേ. അത് നടക്കില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവൾ ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരൂ, ഞാൻ പൊയ്ക്കൊള്ളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്.
മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ, ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചുടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്കൊരു ദോശ തരാം പോരെ? ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട! എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു. ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവന് കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിനു മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാല് പോയി കത്തി കിട്ടി ഡും ഡും ഡും. കത്തി കൊടുത്തു മാങ്ങ കിട്ടി ഡും ഡും ഡും. മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി ഡും ഡും ഡും. എണ്ണ കൊടുത്തു ദോശ വാങ്ങി ഡും ഡും ഡും. ദോശ കൊടുത്തു ചെണ്ട കിട്ടി ഡും ഡും ഡും. ഒരു കടുവ ദാഹിച്ചു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എടോ വാനര, കുറച്ചു വെള്ളം കുടിക്കാൻ എന്താണ് വഴി? വഴിയുണ്ടല്ലോ. അവിടെ ആ പാറയ്ക്കടുത്ത് ഒരു ചെറിയ കുളമുണ്ട്. ഓഹോ, എന്നാൽ അങ്ങോട്ട് പോകാം. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. എന്തു രുചി! പന്നിയോ? വെള്ളം കുടിക്കാൻ വന്നതാവും. എന്തൊരു ദുർഗന്ധം! ഈ പന്നിയെയാണല്ലോ. ഓ, എന്തൊരാർത്തി! എന്തൊരു നാറ്റം! ഈ പന്നി വന്ന് വെള്ളം കുടിച്ച് വെള്ളവും നിറഞ്ഞു. അയ്യോ, ഇനി ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഈ നാറ്റം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. ഓ, ഈ കടുവ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ശരിയാ, എന്നെ പേടിച്ചിട്ട് തന്നെയാ ഓടുന്നത്. ഈ കടുവയെ അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചവിട്ടിക്കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, പാവം. ഇവനെ പോരിന് വിളിക്കാം. 4 ആൾ അറിയുകയും ചെയ്യും. ഓ, ഇന്നാരെയാണാവോ ഞാൻ കണി കണ്ടത്. കഷ്ടം തന്നെ. ഇത്രയും ദുർഗന്ധമുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
അയ്യോ, അതാ പന്നിയാണല്ലോ. നിൽക്കവിടെ. നീ എവിടെയാ പേടിച്ചോടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിന് വാ. അപ്പോ അതാണ് കാര്യം. ഞാൻ പേടിച്ചോടുകയാണെന്നാണ് ഈ വൃത്തികെട്ട ജന്തു കരുതിയിരിക്കുന്നത്. ഇവനോട് ഇപ്പോൾ പൊരുതിയാൽ എന്റെ മേല് നാറും. ശരി, എനിക്ക് സമ്മതം തന്നെ. എന്നാൽ ഇന്ന് വേണ്ട, മറ്റന്നാൾ വരൂ, നമുക്ക് പൊരുതാം. വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളോടെല്ലാം കടുവയെ പോരിന് വിളിച്ച കഥ അവൻ പറഞ്ഞു. പക്ഷേ പന്നി പറഞ്ഞ കഥ കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടി. പമ്പര വിട്ടി, നിന്റെ നാറ്റം സഹിക്കാതെ ആവണം കടുവ ഓടിയത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. അയ്യോ അമ്മേ, അച്ഛാ, അപ്പൂപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? കടുവ എന്നെ തിന്നും. വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറയാം. നീ പോരിന് പോവുക തന്നെ വേണം. പക്ഷേ അഴുക്കിലും ചേറിലും നന്നായി ഉരുണ്ടിട്ടു വേണം പോകാൻ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ പന്നി ചേറിലും അഴുക്കിലുമൊക്കെ നന്നായി ഉരുണ്ടു. എന്നിട്ട് പേടിച്ചിട്ടാണെങ്കിലും പോരിനെത്തി. അതാ വരുന്നുണ്ട് അഹങ്കാരി. ഒറ്റ കുതിപ്പിന് അവന്റെ കഥ കഴിക്കണം. ഏതായാലും കടുവ എന്നെ കൊല്ലും. പതിയെ ചെല്ല, അത്രയും നേരം കൂടി ജീവിക്കാമല്ലോ. എന്തൊരു നാറ്റം! ഈ പന്നിയെ ഇന്ന് നാറുന്നുണ്ടല്ലോ. എന്റെ കഥ കഴിഞ്ഞത് തന്നെ. അപ്പൂപ്പന്റെ സൂത്രം ഒന്നും ഫലിക്കില്ല. ഓ, എന്തൊരു നാറ്റം! ഇവനോട് പോരിന് എനിക്ക് വയ്യ. ഓ, എന്റെ ഊഹം ശരി തന്നെ. ഇവനെ എന്നെ ശരിക്കും പേടിയാ. വാ ഇവിടെ, നമുക്ക് പോര് തുടങ്ങാം. വേണ്ട വേണ്ട, എനിക്ക് ഈ നാറ്റം സഹിക്കാൻ വയ്യ. പോരിനി മറ്റൊരിക്കലാവാം. അന്നു മുതൽക്കാണ് പന്നികൾ ചേറിലും അഴുക്കിലും കിടന്നുരുളാൻ തുടങ്ങിയത്. ദുർഗന്ധമുണ്ടായിരുന്നാൽ അപകടം മാറിപ്പോകുമെന്നും അവര് വിശ്വസിച്ചു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ തീരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ. പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിന്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവരുണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും 2 തരാതിരിക്കില്ല. ഈശ്വരാ, 2 ഉണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ.
നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു പോന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് 2 വലിയ കെട്ടുകളാക്കി. ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. അപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം. പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ? മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം. 10 പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6. 3 എനിക്ക്, 3 നിനക്ക്. 3 നല്ല രുചി. നമുക്ക് 2 കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ. അതിന് 2 ഉണ്ണിയപ്പം മതി. അത് മതി. ഇനി 2 മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുങ്കൊതിച്ചിയായ ഉണ്ടനറിയാതെ 1 കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന 1 ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രാളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ. എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നോ? ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ, തട്ടിൻപുറത്ത് ഒളിച്ചിരിക്കുന്നോ? അയ്യോ, വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ, പാമ്പ്! എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തെന്നി ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു.
ഒട്ടകവും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. ഒരു പാവത്താനായിരുന്നു ഒട്ടകം, എന്നാൽ കുറുക്കനോ കൗശലക്കാരനും. കുറുക്കൻ ഒരു ദിവസം രാവിലെ ആഹാരം അന്വേഷിച്ചിറങ്ങി. ഓ, എന്തൊരു കഷ്ടം! നടന്ന് നടന്ന് തളർന്നു. ഇനി കുറെ നേരം ഇവിടെ ഇരിക്കാം. എന്താ ചങ്ങാതി, ആകെ ക്ഷീണിച്ചാണല്ലോ ഇരിപ്പ്? എന്തു പറയാൻ സുഹൃത്തേ, നടന്ന് നടന്ന് ക്ഷീണിച്ചു. ഇനി ഒരടി നടക്കാൻ വയ്യ. ചങ്ങാതി വിഷമിക്കണ്ട, എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ താങ്കളെ ചുമന്നോളാം. പുറത്ത് കയറാനോ? അത് ബുദ്ധിമുട്ടാവില്ലേ? ഈ വിഷമാവസ്ഥയിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ സുഹൃത്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ പതിയെ നടക്കാം. പുറത്ത് കയറി ബലമായി പിടിച്ചിരുന്നോളൂ. ഒട്ടകത്തിന്റെ പുറത്തുള്ള ഈ യാത്ര വളരെ രസം തന്നെ. എന്തായാലും ഇനി ഇങ്ങനെ മതി യാത്ര. നടക്കണ്ടല്ലോ, സുഖമായി യാത്രയും ചെയ്യാം. പക്ഷെ എന്തു പറഞ്ഞ് എന്നും ഈ ഒട്ടകത്തിന്റെ പുറത്ത് കയറും? ചങ്ങാതി, വീടെത്തി. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ താഴെ ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതിനെന്താ വിഷമം? എന്തുണ്ട് വഴി? ഒരു വിദ്യയും തോന്നുന്നില്ലല്ലോ. ഇത് തന്നെ വിദ്യ. കൈ ഒടിഞ്ഞുപോയി എന്ന് ആ മണ്ടൻ ഒട്ടകത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. കുറുക്കനെ കാണുന്നില്ലല്ലോ. ഇനി പനി പിടിച്ച് കിടപ്പായോ? എന്തു പറ്റി ചങ്ങാതി? എന്ത് കിടപ്പായത്? ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ആഹാരം അന്വേഷിച്ചിറങ്ങിയപ്പോ എന്റെ കൈ ഒന്ന് ഒടിഞ്ഞു. ഇപ്പൊ നടക്കാൻ വയ്യ. നല്ല വേദനയും. കഷ്ടം തന്നെ. ഏതായാലും ഇനി മുതല് എന്റെ പുറത്തായിക്കോളൂ യാത്ര. അങ്ങനെ പാവം ഒട്ടകത്തെ പറ്റിച്ച് കുറുക്കൻ അതിനു മുകളിൽ യാത്ര തുടങ്ങി. ചങ്ങാതി, ഈ കരിമ്പ് എവിടുന്നാ കിട്ടിയത്? അറിഞ്ഞില്ലേ? പുഴയുടെ അക്കരെ നിറയെ കരിമ്പ് വിളഞ്ഞു കിടക്കുന്നു. വേഗം ചെല്ല്. സുഹൃത്തെ, നമുക്കും കരിമ്പ് തിന്നാൻ പോയാലോ? പക്ഷെ പുഴ എങ്ങനെ കടക്കും? ഏയ്, അതോർത്ത് വിഷമിക്കണ്ട. താങ്കൾ എന്റെ പുറത്ത് ബലമായിട്ട് പിടിച്ചിരുന്നാ മതി. ഞാൻ നീന്തി അക്കരെ എത്താം. ഇപ്പൊ ഈ കുറുക്കന്റെ മുടന്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. ചങ്ങാതി, വയറ് നിറഞ്ഞാൽ എനിക്ക് കൂവണമെന്ന് തോന്നും. ഞാൻ ഒന്ന് കൂവിക്കോട്ടെ? വേണ്ട വേണ്ട, തോട്ടക്കാരന്റെ പട്ടികൾ നമ്മളെ ഓടിക്കും. ദയവായി കൂവരുത്. ഞാനാണെങ്കിൽ കരിമ്പ് തിന്നു തുടങ്ങിയതേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കൂ. എനിക്കാണെങ്കിൽ കൂവാതിരിക്കാൻ വയ്യ. അയ്യോ പട്ടികൾ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അയ്യോ,
ഈ ചതിയനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് തന്നെ അവസരം. ചങ്ങാതി, നല്ല തണുത്ത വെള്ളം, ഒഴുക്കുമില്ല. എനിക്കൊന്ന് മുങ്ങിക്കുളിച്ചാ കൊള്ളാമെന്നുണ്ട്. അയ്യോ, വേണ്ട വേണ്ട, താങ്കൾ വെള്ളത്തിൽ മുങ്ങിയാൽ ഞാൻ ഈ പുഴയിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഭക്ഷണം കഴിച്ചാൽ കുളിക്കുന്നത് എന്റെ ശീലമായി പോയി. അതുകൊണ്ട് ക്ഷമിക്കൂ ചങ്ങാതി. എന്താ ചങ്ങാതി, ബുദ്ധിമുട്ടായോ? കുറുക്കൻ മറുപടി പറയാൻ കാക്കാതെ ഓടി ഒളിച്ചു.